ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ വീഡിയോ ആയിട്ടപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കാട്ടിത്തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോസ് ഇനി ഇടാനായിട്ടൊരു എന്താ പറയുക ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാരികളാണ് കേട്ടോ കൂടുതൽ കിട്ടിയിരിക്കണത്. അത് പട്ടുസാരികളുണ്ട്, സെറ്റ് മുണ്ടുകളുണ്ട്, അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സാരിയിലാണ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റത്തെ സാരി എന്ന് പറയുമ്പോൾ അവരുടെ അമ്മയുടെ ഓഫീസിൽ നിന്ന് സാറന്മാർ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി മാംഗോ യെല്ലോ കളറെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഒരു വാഴക്കൂമ്പ് കളറും അല്ല, ഒരു മഞ്ഞും അല്ല, അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ ഫോണിന് അധികം ക്ലാരിറ്റി ഇല്ലാത്ത കാരണം കളറുകളൊന്നും നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുണ്ടാവില്ല, ഡിസൈനുകളും വലിയ കാര്യത്തിൽ മനസ്സിലാവുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാരി എന്ന് പറയുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ സാരിയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാമല്ലോ, ഞങ്ങളങ്ങനെയാണ്. എനിക്ക് സാരി വാങ്ങി അമ്മ കൊടുക്കും, അമ്മയ്ക്ക് സാരി വാങ്ങി ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സാരി എന്ന് പറയുമ്പോൾ അതാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്. പിന്നെ അടുത്ത സാരി എന്ന് പറയുമ്പോൾ ഇതാരെ തന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഏഷും ഒരു എന്ത് കളറെന്ന് പറയുക, ഒരു നമ്മുടെ കനകാമര കളറും കൂടിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊന്നും ശരിക്കും ഫോണിൽ കാണാൻ പറ്റുന്നില്ല, ചെറിയ ചെറിയ ഡിസൈൻസാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ ശരിക്കും ക്ലിയർ ആവണില്ല കേട്ടോ. അപ്പോൾ അടിപൊളി സാരിയാണ് കേട്ടോ. ഇതും അതേ മെറ്റീരിയൽ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ്. സൂപ്പറാണ്, എനിക്ക് ഇഷ്ടമായി. ആ കളർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഉടുക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ സാരി. പിന്നെ മൂന്നാമത്തെ സാരി എന്ന് പറയുമ്പോൾ ഒരു പച്ച കളറാണ്. എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് കളറായ ഗ്രീനാണ്. എനിക്ക് ഗ്രീൻ അതുപോലെ നമ്മുടെ ബ്ലൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രീനാണ്. ഇതിൻ്റെ നമ്മുടെ മുന്താണി വരുന്നത് റെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണില്ല. ഇതതിൻ്റെ സെയിം സാരി തന്നെയാണ്, റെഡും ഗ്രീനും ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ബോഡി ഫുള്ളും റെഡും മുന്താണി വരുന്നത് ഗ്രീനും ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, സെയിം സാരികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരാ തന്നതെന്ന് അറിയില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ റെഡ് ഒരു എന്താ പറയുക, ഒരു കോട്ടൺ സിൽക്ക് പോലത്തെ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും പറയാൻ അറിയില്ല. അതുപോലത്തെ ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സാരിയാണ് കേട്ടോ. അത്യാവശ്യം പുറത്തേക്ക് പോകുമ്പോൾ എടുക്കാമെന്നുള്ളൂ, കുഴപ്പമില്ല, നല്ല സാരിയാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, മുന്തിരി കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു വയലറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളർ സാരിയാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലൊക്കെ ഗ്രീൻ വരുന്നുണ്ട് കേട്ടോ, അതാണ് രസം. എനിക്ക് ഗ്രീന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോൾ ഇവിടെ പോയാലും ആൾക്കാർ ചോദിക്കും, അയ്യോ എൻ്റെ സാരി നിനക്ക് ഗ്രീൻ അല്ലാണ്ട് വേറെ കളറില്ലേന്ന്. ഞാൻ എങ്ങനെ എടുത്ത് വരച്ചില്ല ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ എങ്ങനെ എടുത്താലും ഇപ്പോൾ ഗ്രീനിലേക്കാണ് പോവുക. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഗോൾഡൻ എന്നും പറയാൻ പറ്റില്ല, യെല്ലോ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്, ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് സെറ്റ് മുണ്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു സാധാരണ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ അത്. അപ്പോൾ നല്ല നമുക്ക് സെറ്റ് മുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മജന്ത അല്ല വയലറ്റും അല്ലാത്ത ഒരു കളറ്, 2-3 കളറ് കൂടിയിട്ടുള്ള ബോർഡർ വെച്ചിട്ടുള്ളൊരു സെറ്റ് മുണ്ടാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ് കേട്ടോ. അതിന് മാച്ചല്ല, ഒരു എന്താ പറയുക, ഒരു മജന്ത പോലത്തെ ഒരു വയലറ്റ് പോലത്തെ ഒരു ബ്ലൗസ് പീസും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ബ്ലൂ കളർ ബോർഡർ വെച്ചിട്ടുള്ളൊരു അടിപൊളി സെറ്റ് മുണ്ടാണ്. പിന്നെ വരുന്നതും സെറ്റ് മുണ്ട് തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയും ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനിലുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. ഒരു 2 കളറൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ് മുണ്ടാണ്. അതിനും ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സെറ്റ് സാരിയാണ്, അതിന് ഒരു ബ്ലൗസ് കൂടി വെച്ചിട്ടുണ്ട്. സെറ്റ് സാരി അല്ലാണ്ട് സെറ്റ് മുണ്ടാണ്. പിന്നെയും വരുന്നത് നമ്മുടെ സെറ്റ് മുണ്ട് തന്നെയാണ്, അതൊരു നീല കളറ് ഡിസൈൻ. പിന്നെ അടുത്തതും വരുന്നത് സെറ്റ് മുണ്ട് തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് കൂടി സെറ്റ് മുണ്ടിൻ്റെ ഇത് അവസാനിച്ചു. അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ ഒരു സെറ്റ് സാരിയാണുള്ളത്, ലാസ്റ്റ് വൺ. പിന്നെ ചുരിദാറൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ സെറ്റ് സാരി എന്ന് പറയുന്നത്. അടിപൊളി സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു നീല പീക്കോക്കിൻ്റെ പടക്കെ ആയിട്ട് മയിൽപ്പീലൊക്കെ ആയിട്ട് സൂപ്പർ സാരിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്. അപ്പോൾ ഇനിക്ക് പണി കഴിഞ്ഞിട്ടില്ല, ഇനി ഇതൊക്കെ കവറിലാക്കി അടക്കി പെറുക്കി വെക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. ഇതെന്തിനപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടേന്ന് നേരത്തെ ചോദിച്ചേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഇവിടെ പരത്തിയിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈശ്വര തോരുണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.